സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ ലംഘിച്ച് കരാർ കമ്പനി കായംകുളം കായലിൽ നിന്ന് മണ്ണ് ഖനനം ചെയ്ത് ദേശീയപാതയിലേക്ക് കടത്തിയെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. മണ്ണ് കടത്താൻ നടത്തിയ നീക്കം പുതുപ്പള്ളി കടവിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രദേശവാസികളും ചേർന്ന് തടഞ്ഞതായും നേതാക്കൾ അറിയിച്ചു. കായംകുളം കായലിൽ നിന്നും മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ ലംഘിച്ച് കരാർ കമ്പനി കായംകുളം കായലിൽ നിന്നും മണ്ണ് ഖനനം ചെയ്ത് ദേശീയപാതയിലേക്ക് കടത്താൻ ശ്രമിച്ചെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. മണ്ണ് കടത്താൻ നടത്തിയ നീക്കം പുതുപ്പള്ളി പള്ളിക്കടവിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രദേശവാസികളും ചേർന്ന് തടഞ്ഞതായും നേതാക്കൾ അറിയിച്ചു. പരിസ്ഥിതി പഠനത്തിന്റെ അടിസ്ഥാനത്തിലും നിയമാനുസൃത നടപടികൾ പാലിച്ചും മാത്രമേ ഡ്രഡ്ജ് ചെയ്ത മണ്ണ് നീക്കാവൂ എന്നതാണ് തീരുമാനം. പ്രദേശവാസികളുടെ ആശങ്കകൾ പരിഹരിച്ച ശേഷമേ തുടർ നടപടികൾ സ്വീകരിക്കാവൂ എന്നും സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ തീരുമാനങ്ങൾ അവഗണിച്ചാണ് മണ്ണ് നീക്കാൻ ശ്രമിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. സർവകക്ഷി യോഗത്തിലെ തീരുമാനങ്ങൾ പൂർണ്ണമായും നടപ്പാക്കണമെന്നും പരിസ്ഥിതി പഠനവും നിയമാനുസൃത അനുമതികളും പൂർത്തിയാകുന്നതുവരെ ഒരു ലോഡ് മണ്ണ് പോലും നീക്കാൻ അനുവദിക്കില്ല എന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിശാഖ് വത്തിയൂർ, യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഡേവിഡ്, ജില്ലാ സെക്രട്ടറി ആസിഫ് സെലക്ഷൻ, അഖിൽ, ബിജു, ധനേഷ് കൃഷ്ണ, ബിനു മണ്ണിൽ, ബിനു, ഷിയാസ് പുത്തൻകണ്ടം തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.